എല്ലാവരും നിർബന്ധിച്ചപ്പോൾ നിന്ന് ജയിച്ച് മിനിസ്റ്ററായി എന്നല്ലാതെ എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങളെപ്പോലുള്ള IAS ഓഫീസേഴ്സ് പറഞ്ഞാലേ ഞങ്ങൾക്കറിയൂ. സാർ, ഞങ്ങൾക്ക് എന്തൊക്കെ ഐഡിയാസ് ഉണ്ടായാലും സാറിൻ്റെയൊക്കെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെയുള്ള മൈനിങ് സ്കാമിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്യുന്നവരുടെ പേരുകൾ കൃത്യമായിട്ട് എനിക്ക് കിട്ടണം. സാർ, വീണ്ടും ഇതുപോലുള്ള തെറ്റ് ചെയ്യാൻ ഭയപ്പെടുന്ന തരത്തിലുള്ള അന്വേഷണം തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഷുവർ. പേരെന്താണ് സാർ? രാജേഷ് വർമ്മ. വർമ്മജി, എന്താ നിങ്ങളുടെ പ്രോബ്ലം? നിങ്ങളെപ്പോലുള്ളവർ ഈ നാട് കൊള്ളയടിക്കുന്നത് എൻ്റെ പ്രോബ്ലം. കൽക്കരിയുടെ പേരിൽ ഡയമണ്ട് ഓറല്ലേ നിങ്ങൾ സ്മഗിൾ ചെയ്യുന്നത്? വർമ്മജി, കൽക്കരിയിലുള്ളത് കാർബൺ, ഡയമണ്ടിലുള്ളതും കാർബൺ. ഇതിൽ സ്ത്രീകൾക്കിഷ്ടം ഡയമണ്ട് ആയതുകൊണ്ടാണ് അതെടുത്ത് വിൽക്കുന്നത്. നിങ്ങൾക്കുമില്ലേ ഒരു ഭാര്യ, അവർക്കും ഡയമണ്ട് വേണ്ടേ? ഞാൻ പറയുന്ന പോലെ കേൾക്കാമോ? ആലോചിച്ചിട്ട് മതി. നെവർ. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നവന് ഫോൺ കൊടു. സർ. എന്തായത്? എല്ലാവരും ഇവിടെ എത്തിയോ? സർ, ഈ ഹൈടെക് കുംഭകോണത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ സാറിന്റെ ഷെയർ എത്രയാ? നിങ്ങൾ എത്ര പേരുണ്ട്? അഴിമതി നടന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ എനിക്കതിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോഴും മന്ത്രിയായിട്ടിരിക്കുന്നത്. അതല്ല സർ. സർ, ലക്ഷം കോടി എന്നാണല്ലോ കേൾക്കുന്നത്. ആരാടത്? വന്നേ. ലക്ഷം കോടിയോ? എത്ര സിമ്പിളായിട്ടോടെ താനിത് പറയുന്നത്? ഒരുമാതിരി വീഡിയോ ഗെയിമിന്റെ സ്കോർ പറയുന്ന പോലെയാണോ പണത്തെ കുറിച്ച് പറയുന്നത്? കാര്യം അറിയാതെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല പ്ലീസ്. അല്ല സർ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ മോൾ ഒരു യാത്ര പോവാണ്. ഒരു 2 മിനിറ്റ് ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി തരാം. അഴിമതി നടന്ന് 24 മണിക്കൂറിനകം മന്ത്രിയുടെ മകൾ പോകുന്നുവെങ്കിൽ ആ യാത്ര എവിടേക്കാണെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നും വളരെ വ്യക്തമാണ്. ഹലോ, ചുമ്മാ വായി തോന്നുന്നു വിളിച്ച് പറയാല്ലേ. ഇത് കേട്ട ആ കോടിക്കണക്കിന് രൂപ ഞാൻ എന്റെ മോളുടെ കയ്യിൽ കൊടുത്തു വിടുന്ന പോലെ ഉണ്ടല്ലോ. പഠിക്കാനാണോ അവള് പോകുന്നത്? കഷ്ടം. എന്താടി മോളെ, എന്താ ഇതെല്ലാം? കണ്ടല്ലോ, മോളുടെ ഡ്രസ് വെക്കാൻ ഇനി സൂട്ട് കേസ് ഇവിടെ വേറെയില്ല. ഇതിപ്പോ 8ാമത്തെയാ. ഇത്രയും സൂട്ട് കേസ് എന്തിനാ? അവര് പറയും ക്യാഷ് ആണെന്ന്. ഇത്രയും ഡ്രസ് എന്തിനാ? ഡാഡി, എന്നോട് നോ പറയരുത്. ഞാൻ സെൻട്രൽ മിനിസ്റ്ററുടെ മോളാ. അമ്മോ, അതിന്റെ ഈഗോ ആണെന്ന് തന്നെ കൂട്ടിക്കോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം വാരി കൂട്ടിയത്. സൈക്കോളജിയിൽ PG ചെയ്യാനല്ലേ പോകുന്നത്. അതിന് എന്തിനാ ഈ ഡോൾസ് ഒക്കെ ഇവിടുന്ന് കെട്ടിപ്പറക്കി കൊണ്ട് പോകുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ഡാഡി, ചെറിയ പിള്ളേരില്ല വണ്ടറിങ് ക്വാളിറ്റി കൂടുതലുള്ളത്. അവർക്ക് ആഗ്രഹങ്ങൾ കൂടുതലാണ്, ആശയങ്ങൾ കൂടുതലാണ്. അതെപ്പോഴും നമുക്ക് എത്രമാത്രം എനർജിയാ തരുന്നറിയോ? ഞാനും അങ്ങനെയാ. ഉമ്മ തന്നെ. ബെസ്റ്റ് ഓഫ് ലക്ക് മോളെ. ലവ് യു ഡാഡ്. 6, 7, 8, 9. Hola. Hi. Akasha, India. Nice house. Welcome. Yeah, come in. Vas a tener una habitación preciosa. Ya lo verás. Aquí se está comodísimo. Además, una cosa, tienes una luz con un sol tan maravilloso. Yes. Hello, ma'am. There's a box. Carton box under the bed. Is it yours? No, might be belongs to the previous tenant. Just leave it there. Don't worry. ഹായ് മമ്മി, സേഫ് ആയിട്ട് എത്തി. റൂമിൽ ഇപ്പൊ എത്തിയുള്ളൂ. എല്ലാം വളരെ ഫാന്റാസ്റ്റിക് ആയിട്ടുണ്ട്. മമ്മി ഒന്ന് വെയിറ്റ് ചെയ്യൂ പ്ലീസ്. കാര്യം എന്താന്ന് വെച്ചാ, ഇതിനു മുൻപ് ഇവിടെ താമസിച്ചിരുന്നവര് ഒരു കാർട്ടൺ ബോക്സ് ഇവിടെ വെച്ചിട്ട് പോയി. അവര് മറന്നതാണോ അതോ വേണ്ടാതെ കളഞ്ഞതാണോ ഒന്നും അറിയില്ല. ഇതിനുള്ളിൽ എന്താണ്? അവർക്കിത് വേണ്ടേ? നമുക്കിത് യൂസ് ആവോ? പെട്ടെന്ന് ഇത് തുറന്ന് നോക്കിയാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. ആണോ അത് പെണ്ണോ? പെണ്ണ് തന്നെ.
പേര് ഗോമതി. പേരും ഫോട്ടോയും എല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഗോമതി, നിന്റെ സ്വർണ്ണ പെട്ടിക്കകത്ത് എന്താ ഉള്ളത്? ഡയറി. ഈ ഡയറി നിന്റേതാണോ? പേഴ്സണലാ? ആരും വായിക്കാൻ പാടില്ലേ? എന്നാ ഇപ്പൊ തന്നെ വായിക്കാം. എന്താ തടയാൻ പറ്റുമോ? അച്ഛന്റെ സമ്മതവും വാങ്ങി സംഗീതം പഠിക്കാനായി ഇവിടേക്ക് വന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയി എനിക്ക് തോന്നുന്നു. എനിക്ക് യൂറോപ്പ് വളരെ ഇഷ്ടമായി. 4th Avenue 594-ലാണ് എന്റെ റൂം. റൈറ്റ് സൈഡിലെ ബാൽക്കണി വ്യൂ വളരെ മനോഹരമാണ്. Really? I want to see. Wow! My God! Super! Really beautiful. വന്നപ്പോഴേ അമ്മയ്ക്ക് ഫോൺ ചെയ്തു. ആ മോളെ, നീ സുഖമായിട്ട് എത്തിയില്ലേ? ആ എത്തി അമ്മേ. അവിടെ നല്ല വെജിറ്റബിൾസ് ഒക്കെ കിട്ടുമെന്നാ പറയുന്നത്. അത് വാങ്ങി വല്ലതും ഉണ്ടാക്കി കഴിക്ക്. ഹോട്ടലിൽ നിന്ന് ഒന്നും കഴിക്കരുത്, വയറ് ചീത്തയാവും. അവിടുത്തെ ആ പിസ്സയും ബർഗറും ഒന്നും മോളെ ഫിഡൽ നോയിക്കോണേ. ആ ക്യാബിൻ ബാഗേജിലാണോ ലഗേജിലാണോ കൊണ്ടുപോയത്? സ്ക്രാച്ച് ഒന്നും വീട്ടല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല അച്ഛാ. കയ്യിലെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നത്. ആ നല്ലോണം നോക്കണം, മുത്തച്ഛന്റെ കാലത്തെയാ. ആദ്യം മുത്തച്ഛനും പിന്നെ അച്ഛനും ഞാനും. അത് നമുക്ക് ലക്ഷ്മി സരസ്വതിയും ഒക്കെയാ. വിളക്കിലെ തിരി കെട്ടെന്നാ തോന്നുന്നു. ഒരു മിനിറ്റ് മോളെ. സർവമംഗളമംഗല്യേ ശിവേ മോളെ അങ്ങനെ പറയും. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട മോളെ. ഈ ഫിഡൽ വാദ്യം കേട്ട് മടുത്തു മോളെ. എന്റെ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് അവിടുന്ന് നിന്നെ പ്രസവിക്കുന്നത് വരെ എന്തിന് ഹോസ്പിറ്റലില് പോലും ഇങ്ങനെ വായനയായിരുന്നു. മോള് അതൊക്കെ വിട്ട് വേറെ നല്ല ഇൻസ്ട്രുമെന്റ് പഠിക്ക്. അതല്ലാതെ വേറെ എന്തായാലും കുഴപ്പമില്ല. ആ ഇന്ന് കോളേജിൽ എന്റെ ആദ്യ ദിവസമാണ്. അച്ഛൻ തന്ന വയലിനുമായി ഞാൻ സന്തോഷത്തോടെ കോളേജിലേക്ക് പോകുമ്പോഴാ എന്റെ കഷ്ടകാലത്തിന് ഞാൻ നടു റോഡിൽ വെച്ച് അവനെ കാണുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാ നടന്നത്. Take care. Gracias. മരിച്ചുപോയ എന്റെ മുത്തശ്ശന്റെ വയലിനെ തകർന്ന് തരിപ്പണമായത്. ഇക്കാര്യം ഞാൻ എന്റെ അച്ഛനോട് എങ്ങനെ പറയാ?
ആ